എനിക്ക് ഈ കഞ്ഞി അച്ചാറൊന്നും വേണ്ട. എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? എന്താ മോളെ, ഈ സമയത്ത് ഇതല്ലേ കഴിക്കാൻ പാടുള്ളൂ. എനിക്ക് മതി അമ്മ. ഇതോടെ കുടിക്കേ. ആ അമ്മ, അമ്മ എന്തെങ്കിലും കഴിച്ചോ? അമ്മ കഴിച്ചോളാം മോളെ. അമ്മയെ ഞാൻ ഇതുപോലെ തളർന്ന് കണ്ടിട്ടില്ല. ഇനിയിപ്പോ വിഷമിക്കാൻ എന്താ ഉള്ളത്? വിഷമിക്കാനൊന്നുമില്ല മോളെ. എന്റെ അമ്മ എപ്പോഴും ബോൾഡായി തന്നെ ഇരിക്കണം, കേട്ടല്ലോ? കേട്ടെന്ന് പറയുമ്പോ പോലും അമ്മയ്ക്ക് കരച്ചിലാ വരുന്നത്. ഇനി മറ്റൊരാളുണ്ട്, ചേച്ചിയുടെ കിടപ്പ് സഹിക്കാതെ എവിടെയോ ചെന്നിരുന്ന് കരയുന്നുണ്ടാവും. പ്രഭ, അല്ല, മോളൊന്നും കഴിച്ചില്ലേ? അമ്മയ്ക്ക് എന്താ അച്ഛാ പറ്റിയത്? ആദ്യം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ അമ്മ ആകെ മൂഡ് ഓഫാ. പോരാത്തേന് കരച്ചിലും. ഇതിപ്പോ 2 തവണയായില്ലേ മോള് ഹോസ്പിറ്റലാവുന്നത്. അതിന്റെ സങ്കടം ഉണ്ടാവാതിരിക്കൂ. ശരിക്കും എനിക്ക് എന്താ അച്ഛാ പറ്റിയത്? ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ തന്നു. ബ്ലഡ് ക്ലോട്ടായി കിടപ്പുണ്ടെങ്കിൽ അലിഞ്ഞു പോകാൻ ഡോക്ടർ കുറച്ച് തന്നു എന്ന് അയാൾ എന്നോട് പറഞ്ഞത്. ഉടനെ അമ്മ ഓടി വന്ന് ഡോക്ടറെ പിടിച്ച് തള്ളി. അയാള് പറയുന്നതൊന്നും കേൾക്കാൻ അമ്മ തയ്യാറായില്ല. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അച്ഛാ. അവളുടെ സ്വഭാവം മോക്കറിയാവല്ലോ. എന്ത് ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാ അവള് ബഹളം വെച്ചത്. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം അച്ഛാ ഞാൻ ഉറങ്ങിപ്പോയതും പിന്നെ ഹോസ്പിറ്റലിലായതും. മരുന്ന് മാറിയ ഡോക്ടർ കുത്തിവെച്ചതാ. അതേപ്പറ്റി ഒന്നും അറിയില്ല മോളെ. മോള് മയങ്ങിപ്പോയതുകൊണ്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇനി മെഡിസിൻ മാറിപ്പോയ തന്നെ ഡോക്ടേഴ്സ് സമ്മതിച്ചു തരുമോ? ബോധക്ഷയത്തിന് കാരണമായി അവർക്ക് പറയാൻ പല കാരണങ്ങളും ഉണ്ടാവില്ലേ? അമ്മുന് വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും അവള് പറയുന്നതിൽ സത്യമുണ്ട്. ആ മരുന്ന് പകുതിയെ ഇഞ്ചക്ട് ചെയ്തുള്ളൂ. അമ്മ തടഞ്ഞപ്പോ ഡോക്ടർ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അവളത് ചെയ്യാതിരുന്നെങ്കിൽ ഞാനിപ്പോ ഉണ്ടാവില്ലായിരുന്നു. അമ്മ കൂടെയുള്ളപ്പോ നിനക്കൊരാപത്തും വരാതെ അവള് നോക്കിക്കൊള്ളും. അച്ഛൻ അതിൽ നല്ല ഉറപ്പുണ്ട് മോളെ. ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കട്ടെ അച്ഛാ. പ്ലാസ്റ്റർ ഉണ്ടായിരുന്നപ്പോ കാല് ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ പ്ലാസ്റ്റർ മാറ്റിട്ടോ അങ്ങനെ തന്നെയാ. കാലുകൾ ഉണ്ടോന്ന് പോലും അറിയുന്നില്ല അച്ഛാ. അച്ഛാ, മറ്റേ കാലം അനങ്ങുന്നില്ല അച്ഛാ. അച്ഛാ, എനിക്ക് എന്താ അച്ഛാ പറ്റിയത്? മോളെ, മോക്കൊന്നും പറ്റിയിട്ടില്ല. മരുന്നിന്റെ റിയാക്ഷൻ കാരണം കുറച്ചു ദിവസം മരവിപ്പ് അനുഭവപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? അല്ല അച്ഛാ, എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്കെന്താന്ന് അറിയില്ല. മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛനെ സങ്കടപ്പെടുത്തല്ലേ. മോക്കൊരു പ്രശ്നമില്ല. ഭക്ഷണത്തിന് ശേഷമുള്ള മെഡിസിൻ കഴിച്ച് മോളൊന്ന് ഉറങ്ങ. അച്ഛൻ എടുത്തിട്ട് വരാം.
അതെന്താ നമ്പീശ മംഗലശ്ശേരിയിൽ നിന്ന് കൂട്ടക്കരച്ചിൽ ഉയരാതെ പോയത്? ഗംഗാധര പണിക്കരുടെ കൺമുന്നിലൂടെയല്ലേ കൊച്ചുമോൻ കൊച്ചുമോളെയും കൈകളിൽ കോരിയെടുത്തോണ്ട് അകത്തേക്ക് പോയത്? അതോ നമ്പീശനാരെ അവിടേക്ക് അയച്ചില്ലേ? മോൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ തന്നെ ഞാൻ 2 സ്ത്രീകളെ അങ്ങോട്ട് അയച്ചതാ. വഴിയാത്രക്കാരെ പോലെ ഗേറ്റിന് പുറത്ത് നിന്ന് അവൾ ആ കാഴ്ച കാണുകയും ചെയ്തു. എല്ലാവരും ആ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നെന്ന് അവര് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ സത്യം വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ചികിത്സിച്ച് ഭേദമാക്കി കളയാന്ന് കരുതി സഞ്ജുവും പ്രഭാചന്ദ്രനും മനസ്സിൽ തന്നെ വെച്ചിരിക്കുക. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. കാലിലെ പ്ലാസ്റ്റർ എടുത്താൽ ഉടനെ നടക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇനി വല്ല ആയുർവേദ ട്രീറ്റ്മെന്റും കൊണ്ടുപോകാനാ സാധ്യത. അവര് വെറുതെ ഇരിക്കില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്പീശ. 80% പാരലൈസ്ഡ് ആയ പേഷ്യന്റിനെ ഇനി എന്ത് ചെയ്യാൻ? പതുക്കെ പതുക്കെ മറ്റുള്ളവർ ആ സത്യം മനസ്സിലാക്കിയാൽ മതിയെന്നാവും വിവരം അറിഞ്ഞവർ കരുതുന്നത്. പിന്നെ അതൊരു വലിയ ഷോക്കല്ലാതാവും. മംഗലശ്ശേരിയിൽ ദുരന്തം വിതയ്ക്കാൻ കഴിയുന്ന ഒന്നും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ഞാൻ ആഹ്ലാദിക്കുമ്പോ അവിടെ ഒരു സന്തോഷിക്കരുത്, നെഞ്ചു പൊട്ടിക്കരയണം. കൊച്ചുമകള് സുഖപ്പെട്ട് വീട്ടിലെത്തിയെന്ന് ആശ്വസിക്കുന്ന ഗംഗാധര പണിക്കരുടെ മനസ്സിലേക്ക് എനിക്ക് തിളച്ച എണ്ണ കോരി ഒഴിക്കണം. അതിലയാള് വെന്തുരുകണം. ഹലോ. പണിക്കർ സന്തോഷത്തിലാണെന്നറിയാം. കൊച്ചുമകളെ രണ്ടാമതും ജീവനോടെ തിരിച്ചു കിട്ടിയിരിക്കല്ലേ. നിന്റെ ചോരക്കൊതി ഇതുവരെ തീർന്നില്ല. നീ ആരടി? പറയാനും പ്രവർത്തിക്കാനും ചങ്കൂറ്റമുണ്ടെങ്കിൽ നേർക്ക് നേരെ വാ. കണക്കുകൾ നേരിട്ട് തീർക്കാം. സട കൊഴിഞ്ഞിട്ടും മംഗലശ്ശേരി ഗംഗാധര പണിക്കരുടെ വീര്യം കുറഞ്ഞു പോയിട്ടില്ല. എനിക്കിതാ വേണ്ടത്. ശത്രു ബലഹീനനായാൽ എതിരിടാൻ ഒരു ത്രില്ലും ഉണ്ടാവില്ല. നീ എങ്ങനെയാണ് എനിക്കെതിരാളിയാകുന്നത്? സ്വന്തം പേര് പോലും പറയാൻ ധൈര്യമില്ലാത്തവള്. അനുഭവങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾ പഠിച്ചില്ലേ? എന്റെ കുടുംബം നശിപ്പിക്കാൻ നീ എന്ത് ചെയ്താലും അത് നടക്കാൻ പോകുന്നില്ലടി. കാരണം ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട്. 2 തവണയാ നീ എന്റെ കുട്ടിയുടെ ജീവനെടുക്കാൻ ശ്രമിച്ചത്. മാരക വിഷം നീ കുത്തിവയ്പ്പിച്ചിട്ടും ദൈവം എന്നെ കൈവിടിഞ്ഞില്ല. നീ ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ തിരിച്ചടി നിനക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അതിന് ഇനി കാലതാമസമൊന്നും ഉണ്ടാവില്ല. പണിക്കരുടെ ആത്മവിശ്വാസം കൊള്ളം. അല്ല, ആരാ പറഞ്ഞത് നിങ്ങളുടെ കൊച്ചുമകള് തിരിച്ചു വന്നെന്ന്? കൊച്ചുമകൻ താങ്ങിയെടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് ഉടലിന്റെ നേർപാതിക്ക് മരിച്ചുപോയ കൊച്ചുമോളെയാണെന്ന കാര്യം നിങ്ങളോടാരും പറഞ്ഞു കാണില്ല. നിങ്ങളുടെ സന്തോഷത്തിന് ആയുസില്ല പണിക്കരെ. കൊച്ചുമോനും മരുമകനും നിങ്ങളോട് പറയാത്തതാ. അവളുടെ അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായും തളർന്നുപോയി. ഇനിയുള്ള കാലം മുഴുവനും അവൾ കട്ടിലിൽ തളർന്നു കിടക്കും. നിങ്ങളത് കണ്ട് കരയും.
കൊന്നുകളയാമായിരുന്നില്ലേന്ന് എന്നോട് ചോദിക്ക് പണിക്കരേ. മോനെ, എനിക്കറിയില്ല മോനെ, ആർക്കാ നമ്മളോട് ഇത്ര വൈരാഗ്യമൊന്ന്. അച്ഛൻ തളർന്നു പോവുക. അച്ഛൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അവളുടെ കൊലവിളി കാതിൽ മുഴങ്ങുക. എന്റെ കുട്ടികളെ സംരക്ഷിക്കാൻ പോലും എനിക്ക് കഴിയാതെ പോയി. നീ എന്നെ വിട്ടുപോയ നിമിഷം ഞാൻ അനുഭവിച്ച അതേ വേദനയാണ് അച്ഛൻ ഇപ്പോഴും അനുഭവിക്കുന്നത്. നിനക്കുണ്ടായ അനുഭവം തന്നെ ശ്രീകുട്ടിക്കും സംഭവിച്ചു. ജീവൻ പോയില്ലെന്നറിഞ്ഞ് വീണ്ടും എൻ്റെ കുഞ്ഞിനെ വേട്ടയാടാൻ ഈ വീട്ടിൽ വന്നു. അവൾ രക്ഷപ്പെട്ടെന്നൊക്കെ കരുതിയത് വെറുതെയായി. പ്രഭയുടെ മുഖം മനസ്സിലോർക്കുമ്പോൾ ഞാൻ കേട്ടതൊക്കെ സത്യമാണ്. അവളെ പാതി ശവമാക്കി ഏതോ ഒരുത്തി ആഘോഷിക്കുക. അവൾ ആരാണെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല മോനെ. ഓർമ്മയിൽ പോലും ഓർക്കാൻ അച്ഛനൊരു മുഖമില്ല. അവൾ ആരാണെന്ന് നീ അച്ഛനൊന്ന് വെളിപ്പെടുത്തിത്ത. ആരുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ സംസാരിക്കാൻ തൻ്റെ ഇടം കാട്ടിയ കുട്ടിയ തളർന്നു കിടക്കുന്നത്. അവളെ ഇങ്ങനെ ഒരവസ്ഥയിൽ കാണേണ്ട വിധി ദൈവം എനിക്ക് തന്നു. ഞാനിരിക്കെ നീ പോയി. ഇപ്പോ എന്റെ കുട്ടി ഈ നിലയിലുമായി. എന്റെ മരണം വരെ തീരാനുമായി. എന്റെ കൊച്ചുമുള്ള കണ്ടു വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. എന്തൊരു വിധിയാ മോനെ ദൈവം അച്ഛന് തന്നത്. വയ്യ മോനെ, ഇനി ഒരടി മുന്നോട്ട് പോകാൻ വയ്യ. അച്ഛൻ വീണു പോകുക. മുത്തശ്ശ, മുത്തശ്ശ, ഇനി എന്തിനാ മുത്തശ്ശ വിഷമിക്കുന്നത്? സ്വാതി തിരിച്ചു വന്നില്ലേ? വിടടാ എന്നെ. എന്നെ ആരും പിടിക്കണ്ട. വീഴുന്നിടത്ത് വീഴട്ടെ. മുത്തശ്ശ, മുത്തശ്ശ വീഴും. വീഴട്ടടാ. ഇനി ഞാനായിട്ട് എന്തിനാടാ രണ്ടു കാലിൽ നിൽക്കുന്നത്? കാലില് വേദനയൊന്നുമില്ലല്ലോ മോളെ. വേദനയ്ക്ക് കാലുണ്ടോന്ന് പോലും അറിയില്ല മുത്തശ്ശി. എപ്പോഴും എനിക്കൊന്ന് നടക്കാൻ പറ്റുന്ന കൊതിയാവുന്നൊന്ന് നടക്കാനായിട്ട്. ഇങ്ങനെ കിടന്നുപോയാലേ നടക്കാൻ മറന്നു പോന്ന എന്റെ പേടി. അങ്ങനൊരു പേടി മോക്ക് വേണ്ട. ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? സഞ്ജുവിന്റെ അമ്മയും കാവേരി ഇളയമയൊന്നും കണ്ടില്ല. അവരൊക്കെ എവിടെ? കുടുംബക്ഷേത്രത്തിൽ മോളുടെ പേരിൽ വലിയൊരു പൂജ നടക്കുക മോളെ. അതാ അവർ വരാൻ വൈകുന്നത്. അന്നദാനമുണ്ട്. അല്ല, അമ്മ എന്തെടുക്കുക? കുറച്ചു മുന്നേ എനിക്ക് ജ്യൂസ് തിന്നിട്ട് സഞ്ജുവിനും കൊണ്ടുപോയതാ. പിന്നെ ഈ വഴിക്ക് അവളെ കണ്ടില്ല. കിച്ചണിൽ ആരും ഇല്ലാത്തതല്ലേ മോളെ. രാജു അവിടെ അവളെ പിടിച്ച് നിർത്തി കാണും.
നല്ല കാര്യം. എനിക്ക് ബോധം തെളിഞ്ഞിട്ട് അമ്മൂനെ ഹോസ്പിറ്റലിൽ കണ്ടതേയില്ല. അതിന്റെ വിഷമം അവൾക്കുണ്ട്. അതിന് കാരണം അമ്മയാണെന്ന് എനിക്കറിയാം. അമ്മ അവൾ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു കാണും. നീ ഇതെന്ത് ഭാഷ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അവളുടെ റൂമിന്റെ വാതിക ചെന്ന് നിന്ന് കരയുന്നു. ആരെങ്കിലും കണ്ടോണ്ട് വന്നാലോ? ചേച്ചി ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ സഹിക്കുന്നതോ? എനിക്കുള്ള അത്രയും വേദന ഒന്നും നിനക്ക് വേണ്ട. ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന പെണ്ണ അവള്. നിങ്ങൾക്ക് ചേച്ചി പ്രാണനായിരിക്കും, പക്ഷെ ചേച്ചി എനിക്ക് എന്റെ ദൈവം. ആരൂരില്ലാത്ത എന്നെ സ്വന്തം കൂടപ്പിറപ്പായി കണ്ട് കൈ പിടിച്ചു കൊണ്ടുവന്ന ചേച്ചിയുടെ കിടപ്പ് കണ്ട എനിക്ക് സഹിക്കുന്നില്ല. നീയായിട്ട് തന്നെ ആ സത്യം സ്വാതിയുടെ കാതുകളിൽ എത്തിച്ചു കൊടുക്കും. ഇവിടെ ഉള്ളവരുടെ ഓരോരുത്തരുടെയും മുഖം കണ്ടാൽ മതി അവൾ സത്യം മനസ്സിലാക്കാൻ. ഇപ്പൊ തന്നെ 100 കൂട്ടം ചോദ്യങ്ങളാ. ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് അവള് ചോദിച്ചതേ അവള് പാരലൈസ്ഡ് ആയോന്നാ. ആരെങ്കിലും അവളുടെ മുന്നിലൊന്ന് കരഞ്ഞാ മതി അവളുടെ മനസ്സിലെ സംശയം ബലപ്പെടാൻ. എന്നോട് അവള് ചോദിച്ച ചോദ്യം നിന്നോട് ചോദിച്ചാ പിടിച്ചു നിൽക്കാൻ പറ്റുമോ നിനക്ക്? പൊട്ടിക്കരഞ്ഞോണ്ട് നിനക്ക് എല്ലാം പറയേണ്ടി വരും. ലക്ഷ്മി, അവൾക്ക് വേണ്ടി നീ നിന്റെ മനസ്സൊന്ന് നിയന്ത്രിച്ച് നിർത്ത്. എനിക്ക് ഇപ്പൊ ആകെയുള്ള ആശ്വാസം നീ മാത്രമാ. എന്നെ നീ തകർത്ത് കളയരുത്. അപേക്ഷ. പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? നീ ഉടനെ ഒന്ന് സ്വാതിയുടെ മുന്നിലേക്ക് പോരുത്. വാ ഇങ്ങോട്ട്. കൊച്ചുമകൻ താങ്ങിയെടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് ഉടലിന്റെ നേർപാതിക്ക് മരിച്ചുപോയ കൊച്ചുമോളെയാണെന്ന കാര്യം നിങ്ങളോടാരും പറഞ്ഞു കാണില്ല. കൊച്ചുമോനും മരുമകനും നിങ്ങളോട് പറയാത്തതാ. അവളുടെ അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായും തളർന്നുപോയി. മുത്തച്ഛന് ഇതെന്താ പറ്റിയത്? കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. എന്താ മുത്തച്ഛ? സങ്കടപ്പെടാനും മാത്രം എന്താ ഉള്ളത്? സ്വാതി ഓക്കെ ആയി തിരിച്ചു വന്നില്ലേ? ഇനി കുറച്ച് ട്രീറ്റ്മെന്റ്, അത് കഴിഞ്ഞ അവക്ക് എന്താ പ്രശ്നം? ഒന്നുമില്ല അല്ലേ? ഇനിയും എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ള പേടിയാണോ മുത്തച്ഛന്? ഇതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാ മോനെ?